ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഞാൻ ഈ ദേശത്ത് വന്നിട്ട് 20 വർഷമാകുന്നു. 21 വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട്. എനിക്ക് തോന്നുന്നു ഈ സഭയിൽ എനിക്ക് തോന്നുന്നു ഒരു 5 or 6 പ്രാവശ്യമേ കടന്നു വന്നിട്ടുള്ളൂ. എനിക്കിവിടെ ഇരിക്കുന്ന ചില മുഖങ്ങൾ മാത്രമേ പരിചയമുള്ളൂ. നിങ്ങൾക്ക് എന്നെ അറിയാമെന്ന് തോന്നുന്നു. കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും കോട്ടയുമാണ്. ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഭയുടെ പ്രാർത്ഥനയാണ്. അതിനൊരു മാറ്റവുമില്ല. പലരും ഇവിടെ കണ്ണുനീരൊഴിച്ചിട്ടുണ്ട്. എനിക്ക് തരുവാൻ പൊന്നും വെള്ളിയൊന്നുമില്ല. നിങ്ങളെ ദൈവനാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. അത് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ, മറ്റൊന്നും പറയുവാനില്ല. പ്രത്യേകിച്ച് നമ്മുടെ ജോൺ മോനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവിടെയൊക്കെ കടന്നു വരുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അവനുണ്ടായിരുന്നുവെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഞാൻ ഈ സഭയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികപ്പറ്റായിപ്പോയെങ്കിലും സർവ്വമഹത്വത്തിനും യോഗ്യനായൊരു ദൈവം അവന് ഞങ്ങളുടെ സഭയിലായിരിക്കുമ്പോൾ അവനാലാവോളം അത് ദൈവനാമത്തിന് വേണ്ടി അവൻ നിന്നിട്ടുണ്ട്. ഒരു മാറ്റവുമില്ല. അതിൻ്റെ പ്രതിഫലം ഒരിക്കലുണ്ട്, നിശ്ചയമായി. നമ്മൾ എൻ്റെ നാമനിമിത്തം ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും ഞാൻ നിങ്ങളെ മാനിക്കും. ആ മാന്യതയാണ് നമ്മളിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വെട്ടിയെടുത്ത ആ കനികർപ്പത്തിലേക്കൊന്ന് നോക്കണമെന്ന് പറയുന്നത്. നടന്നു വന്ന വഴിയെ ഒന്ന് ഓർക്കണം. ഇത് നമ്മളാരും മറന്നു പോകരുത്. വന്ന വഴിയെ ഓർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, അതാ ചിലവർ അഹങ്കരിക്കുവാന്ന് പറയും, മോനെ വന്ന വഴിയൊന്ന് ഓർത്താൽ മതി എന്ന് പറയും. ഇതിനൊന്നും യോഗ്യതയില്ലാതിരുന്നൊരു കാലം. ആ യോഗ്യതയാക്കിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതാർക്കും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഏറ്റെടുത്തു. ആ കാരണം കൊണ്ടാണെന്ന് നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടത്. പലർക്കും ഈ പെട്ടകം വേണ്ട എന്ന് പറഞ്ഞ് തള്ളിയപ്പോഴും എൻ്റെ ഭവനത്തിൽ ആ പെട്ടകം ഇരിക്കുന്നു, ഒന്നിരിക്കട്ടെ എന്ന് ചിന്തിച്ചു. ആ ചിന്തയുടെ ഫലമാണ് ഇന്ന് കർത്താവ് നമ്മളോട് കാണിച്ച മാന്യത. നിങ്ങളെവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ ഞാൻ നിങ്ങളെ മാനിക്കും. നിങ്ങൾ ഏത് ദേശത്ത് നിന്ദിക്കപ്പെട്ടുവോ അവിടെ ഞാൻ നിങ്ങളെ മാനിക്കും. ആ മാന്യതയൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ ദൈവമേ നീ എന്നെ നടത്തിയ വിധങ്ങൾ ഞാനൊന്ന് ഓർക്കുന്നു. ദാവീദ് പെട്ടകത്തിന് മുന്നിലിരുന്ന് ആരാധിച്ചു പാടിയപ്പോൾ അവൻ്റെ ഭാര്യ വിളിച്ചിട്ട് ചോദിച്ചു, എടോ താൻ ആരാണെന്നൊന്ന് ഓർക്കണം. നീ ആരാ? നീ ഒരു രാജാവാ. നീ ഇങ്ങനെ കിടന്ന് മറ്റുള്ളവർ കാണിക്കുന്ന പോക്കാം വീഴ്ചകൾ കാണിക്കാനുള്ളവനല്ല എന്നവൻ്റെ ഭാര്യയ്ക്കൊരു നാണക്കേട് തോന്നി. ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അപ്പോഴേ കാലം ഓർക്കുന്നു. എനിക്ക് ആരാധിക്കാനിരിക്കുവാൻ കഴിയുകയില്ല. എന്നെ നടത്തിയത് ഞാനൊന്ന് ഓർക്കുന്നു. ആ കാട്ടിൽ ആടിനെത്തിയിട്ട് നടന്നൊരു കാലം ഞാൻ ഓർക്കുന്നു. ആ കാലം ഒന്നോർക്കണം. അപ്പോഴാ ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ കഴിയുന്നത്. നമ്മളിതെല്ലാം മറന്നുപോയി. പണ്ടൊരു പെന്തക്കോസ്ത് അനുഭവം ഉണ്ടായിരുന്നു. ഒന്നുമില്ലാതെ ഒരു കുറിയുമുണ്ട് കൊടുത്ത് ഒരു തോളത്തിട്ടുകൊണ്ട് ചെരുപ്പുമിടാതെ ഈ കർത്താവിൻ്റെ വചനം പറഞ്ഞൊരു കാലമുണ്ടായി. ആ കാലം മറന്നുപോയി. അന്ന് അവരാരാധിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ കുഴിക്കാത്ത കിണറും നമ്മൾ പണിയാത്ത ഭവനത്തിലും ഇന്നിരിക്കുന്നു. നിങ്ങളാരും മറന്നു പോകരുത്. അത് തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ എൻ്റെ പഴയ കാലം ഓർക്കും. അന്ന് പഞ്ചായത്തുകാർ പരാതി കൊടുക്കുമ്പോൾ അവർ നിക്കറ് തയ്പ്പിച്ചിടുന്നത്. അത് നമുക്കൊന്ന് പ്രായത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്തൊരു കാലം. അന്ന് ആ പെരയ്ക്കകത്ത് കിടക്കുമ്പോൾ ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടന്നൊരു കാലം. അന്നൊറ്റ പ്രാർത്ഥനയോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞോട്ട് മാത്തനിതാ മലക്കുന്നു.
നിത്യതയെക്കുറിച്ച് നമുക്കെന്ത് ബോധം? ഈ ദൈവം ആരാന്ന് നമുക്കറിയാമോ? അന്ന് ഞാൻ പള്ളിയിൽ പോകുന്നത് എൻ്റെ സഹോദരൻ പറയും, പള്ളിയിൽ പോയില്ലെങ്കിൽ നിനക്ക് ചാപ്പാട് തരത്തില്ല. ആ ചാപ്പാടിന് വേണ്ടിയായിരുന്നു ഞാൻ പള്ളിയിൽ പോയത്, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി. പക്ഷെ ഇന്നതല്ല. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ഏതു മനുഷ്യനും ഉണ്ട്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തേവനെയും ഞാൻ തീപ്പൊയ്കയിൽ തള്ളിയിടും. അന്നവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോകരുത്. കർത്താവിന്റെ വരവെങ്കിൽ നമ്മളെ കൈവിടപ്പെട്ടു പോകരുത്. നമുക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഈ ലോകത്തിലുള്ളതൊക്കെ മിഥ്യയാണ്. നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങപ്പെടണം. അതുകൊണ്ടാണ് നമുക്കൊരു വാക്യം വായിക്കാൻ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. നിർത്തി ഒന്ന് വായിച്ചേ. ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കേണ്ടത്, ഇവിടെ ഉള്ളതല്ല. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. നീ പിന്തുടർന്നു പോകണ്ട. അതിന്റെ പുറകെ നമ്മൾ പോകണ്ടെന്നേ. ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി നിനക്ക് സകലതും തരാമെന്ന് പറഞ്ഞൊരു ദൈവം. പക്ഷെ നീ ചിന്തിക്കേണ്ട ഒരു കാര്യമാ. ഒന്നും കൂടെ വായിച്ചേമാ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു എങ്കിൽ ആ ക്രിസ്തു ഇരിക്കുന്നിടമായ ആ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കേണ്ടത്. ഈ ചപ്പചവറല്ല അന്വേഷിക്കേണ്ടത്. നാളെ എൻ്റെ കുഞ്ഞിന്റെ ഭാവി എന്താകുമെന്നല്ല. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. പക്ഷെ നീ ഒന്ന് ചിന്തിക്കണം, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഏതു മനുഷ്യനും നിവർന്നു നിന്നാലൊരു ശ്വാസമത്രേ. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ഏത് മനുഷ്യനിലുമുണ്ട്. ആ ന്യായവിധി ദിവസത്തിൽ ന്യായാസനത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു കാലം വരും. അന്ന് നമ്മുടെ കരം ബലപ്പെട്ടിരിക്കണം. ശവക്കുഴി വരെയുള്ള ഈ നശിക്കുന്ന ജീവിതം, അതിനപ്പുറം ഒരു ജീവിതമുണ്ട്. നിങ്ങൾ വിചാരപ്പെടുന്നതിനോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയത്തില്ല. നമുക്കേതാണ്ട് കഴിയുമോ? അതാ നടത്തിയ വിധങ്ങളെ ഒന്ന് ഓർക്കണമെന്ന് പറയുന്നത്. ആ വെട്ടിയെടുത്ത കനിഗർഭത്തിലേക്കൊന്ന് നോക്കണം. നമ്മൾ പ്രാർത്ഥിച്ചതാണോ ദൈവം നമുക്ക് തന്നത്? തകർന്നിരിക്കുന്നൊരു കാലമുണ്ടായിരുന്നു. നമ്മുടെ ഭാവി എന്താകുമെന്ന് ചിന്തിച്ചൊരു കാലമുണ്ടായിരുന്നു. തലമുറകളുടെ ഭാവി എന്താകുമെന്ന് ചിന്തിച്ചൊരു കാലമുണ്ടായിരുന്നു. അന്ന് പല ദൈവദാസന്മാരും നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ അത് അന്ധമായി വിശ്വസിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ തൃപ്തി എന്ന് പറയുന്നത്. അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും, പക്ഷെ തൃപ്തി എല്ലാവർക്കും ഉണ്ടാവത്തില്ല. അതൊരു ദൈവ പൈതലിന് മാത്രമേ ഉണ്ടാകുവാൻ കഴിയുകയുള്ളൂ. തൃപ്തി എന്ന് പറയുന്ന പദത്തിനൊരർത്ഥമുണ്ട്. തൃപ്തി എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും വരെ തൃപ്തരായിരിക്കും. അവർക്കൊരു മനുഷ്യനോടും അസൂയ ഉണ്ടാകുകയില്ല, ഒരു മനുഷ്യനോടും പിണക്കം ഉണ്ടാകുകയില്ല. അവരെപ്പോഴും സന്തോഷിക്കും, എല്ലാത്തിനും ഒരു സ്തോത്രം ചെയ്യും, അവരിടപെടാതെ പ്രാർത്ഥിക്കും. അതാണ് ഒരു ഭക്തൻ. അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒരു വിഷയമല്ല. അവർക്ക് ആരും മാർക്കിട്ടാലും അവർക്കൊരു വിഷയമല്ല. അവർക്കറിയാം അവനെ ഉള്ളതുപോലെ അറിയുന്നൊരു ദൈവമുണ്ട് എന്ന്. പറയുന്നവനൊരു അരിവിലിരുന്ന് പറഞ്ഞിട്ടങ്ങ് പോവും. പറയുന്നവരെ ഒരരിവിൽ ഇരുന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹൃദയം പെർഫെക്റ്റ് ആണെങ്കിൽ ദൈവസന്നിധി നമുക്ക് പ്രാഗൽഭ്യമുണ്ട്. നമ്മളില്ലെങ്കിൽ ഇല്ല. പണ്ട ചിലവർ പറയുന്നത് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയും. എടാ, കർത്താവിൻ്റെ കരത്തിലിരിക്കുന്ന നീ എന്തിനാ പിടിച്ചു വെക്കാൻ നിൽക്കുന്നത്? അവൻ്റെ കരത്തിലുള്ളത് ഒന്നും ചെയ്യണ്ട. ഒരു ഭക്തൻ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി, അവന് വിടുതല. അവനും ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട്.
അതിൻ്റെ താഴോട്ട് വായിച്ചേ മാമേ. ആ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ആ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആ വെളിപ്പെടുന്നൊരു ദിവസമുണ്ട്. ഭക്തൻ അതേ ചിന്തിക്കാവൂ, മറ്റൊന്നും ചിന്തിക്കരുത്. ചപ്പിയവറിൻ്റെയും പുഴയിലൊന്നും അല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ, നീ ഇരിക്കുന്നിടത്ത് എനിക്ക് ഒന്നിരിക്കണം. അതിൻ്റെ താഴോട്ട് വായിച്ചേ. ഇതങ്ങ് ചെല്ലണമെന്നുണ്ടെങ്കിൽ ചിലതൊക്കെ വേണം. അതില്ലാതെ നമ്മൾ വന്നിട്ട് സ്തോത്രം എന്നൊന്നും പറഞ്ഞാലൊന്നും, ആ സ്തോത്രത്തിലൊരു സൂത്രമുണ്ട്. ആ സ്തോത്രത്തിൽ ഒരു സൂത്രമുണ്ട്. ഈ കാര്യങ്ങൾ വിട്ട് ഒഴിയണം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, ദുർമോഹം, ഇങ്ങനെ ഉള്ളതൊക്കെ മരിപ്പിക്കണം. മരിപ്പിക്കാതിരുന്ന സ്തോത്രം പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനം. ആ സ്തോത്രം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും ചതഞ്ഞു കിടക്കുന്നത്. ഈ സ്തോത്രത്തിൽ സൂത്രം ഉണ്ടാകേണ്ട. ഈ ബന്ധക്കോസ്റ്റ് ഇപ്പോൾ എന്തുവാണെന്നറിയാമോ, ഈ ചിലവരൊക്കെ നമ്മൾ ഈ സുവിശേഷം പറയുകയാണെങ്കിൽ അവർ ചിലതൊക്കെ നമ്മളോട് പറയുന്നത്, നിൻ്റെ സ്തോത്രത്തിലൊരു സൂത്രം ഉണ്ടാന്ന്. കർത്താവുമായിട്ടൊരു ബന്ധം വേണം. ബന്ധം ഉണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും ഒരു വിഷയമില്ല. അതുകൊണ്ട് ഈ വചനം കൊണ്ട് നമ്മൾ ന്യായം വിധിക്കുന്നൊരു കാലമുണ്ട്. അപ്പം അങ്ങ് ഉയരത്തിലുള്ളത് ചെല്ലണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതെല്ലാം വിട്ടു. താഴോട്ട് വായിച്ചാൽ മാമേ. ഈ വക നിമിത്തം ദൈവകോപം ആരുടെ മേളിലാണ് വരുന്നത്? അനുസരണം കെട്ടവരുടെ മേളിൽ വരുമെന്ന്. നമ്മൾ പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ചിട്ട് പോവാം. പുട്ടിയിട്ട് പെയിൻ്റൊക്കെ അടിക്കും. മഴ വരുമ്പോൾ ഈ പെയിൻറ്റും എല്ലാം അങ്ങ് പോകും. അങ്ങനെ വരുത്. അടുത്ത താഴോട്ട് വായിച്ച. കേൾക്കണേ, അതൊന്നും കൂടെ വായിച്ചാ മാമേ. വിട്ടുകളയുവീൻ. ഇതെല്ലാം വിട്ടുകളയണം. വിട്ടുകളയാതെ നമ്മൾ വിടുന്ന ഒറ്റ പറയാം വിടുതലാന്ന്. ചില ദൈവാസന്മാർ പറയും വിടുതലാന്ന്. ഒരു വിടുതലുമില്ല. അതൊക്കെ നമ്മളിപ്പം തൃപ്തിയോടെ അങ്ങ് പോകും. വിടുതലാന്ന് പറഞ്ഞോണ്ട് ഒരു വിടുതലും ഉണ്ട്. അത് ഞാൻ ഒരു അച്ഛൻ വന്നിട്ട് ഞാൻ ഒരിടത്ത് പോയ സമയത്ത് ഒരു അച്ഛൻ ഇച്ചിരി കഴിഞ്ഞ് പുറത്തോട്ട് പോയി. എന്തിനാണെന്നറിയാം, ചെറിക്കകത്തുനിന്ന് ഇങ്ങനെ വലിച്ചു പുറത്ത് കളഞ്ഞിട്ട് വന്നിട്ട് അങ്ങോട്ട് വന്നിട്ട് എന്തൊരു സാക്ഷ്യമാണെന്നറിയാം. പിന്നെ കർത്താവ് ആരെന്നറിയാമോ? രുചിച്ചറിയുവീൻ. നീ രുചിച്ചറിയും. കർത്താവ് അറിയിക്കും. തമ്പാക്കും പുറത്ത് വെച്ചിട്ട് നമ്മൾ ഈ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ നമ്മൾ ചുമ്മാതെ പറയുന്നതാണ്. ഈ അകപ്പ എന്ന് പറയുന്ന സ്നേഹം നമ്മളിൽ ഉരുവാകണം. അതുകൊണ്ടാണ് വചനം പറയുന്ന, ഭൂമിയിൽ നിങ്ങൾ ഒരുമനപ്പെട്ടെന്ത് യാചിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞൊരു ദൈവം. ഒരുമന എന്ന പദത്തിനൊരർത്ഥമുണ്ടെന്നേ. അകപ്പ എന്ന് പറഞ്ഞാൽ, എൻ്റെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ്റെ തലയിൽ മുൾക്കിരീടം വച്ചപ്പോഴും അവൻ്റെ ശരീരത്തിൽ ആ ചാട്ടാവാറുകൊണ്ട് അടിയേറ്റപ്പോഴും അവനൊന്നും പറയാതെ ഒന്ന് പറഞ്ഞു, ദൈവം ഇവർ ചെയ്യുന്നത് എന്തേ എന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അതാണ് ക്രിസ്തുവിൻ്റെ അകപ്പ എന്ന് പറയുന്ന സ്നേഹം. ആ സ്നേഹത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആ വിടുതൽ നമ്മൾ അനുഭവിക്കും. നമ്മുടെ ഭവനം അനുഭവിക്കും. നമ്മുടെ തലമുറകൾ അനുഭവിക്കും. ആ കൃപയ്ക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ വിടുവിക്കണമെന്നല്ല. കുറവുകളെ ഏറ്റ് പ്രാർത്ഥിക്കണം. ആദ്യം എൻ്റെ കുറവൊന്ന് മാറട്ടെന്ന്.
ഞാനതാ പറഞ്ഞത്, ഇത് ഇരുവാഴ്ത്തലയുള്ള വാളാ. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ. ഈ പണ്ട് ദൈവദാസന്മാരൊക്കെ ഉണ്ട്. ഞാൻ അധികം പറഞ്ഞു, ഞാൻ ആക്ച്വലി മിറ്റത്തെ കൺവെൻഷനിലൂടെയൊക്കെയാണ് ഞാൻ ഈ രക്ഷയുടെ മാർഗത്തിൽ വന്നത്. മിറ്റത്തെ കൺവെൻഷനിലൂടെ. അപ്പം എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ വൈകുന്നേരത്ത് ഈ കൺവെൻഷന് പോകുമായിരുന്നു. ഞങ്ങളുടെ ദേശത്തൊക്കെ ഈ കൺവെൻഷനുണ്ട്. അവിടെ പോയിട്ട് ഇവർ വിളിച്ച് എല്ലാ പ്രസംഗവും കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ടവർ എണീക്കാൻ പറയും. എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം രക്ഷിക്കപ്പെടാൻ എണീറ്റ ഞാനാണ്. ഞാൻ ഈ പോകുന്നിടത്തെല്ലാം എണീറ്റങ്ങ് നിൽക്കും. അപ്പം എനിക്ക് രക്ഷ എന്തുവാന്നൊന്നും അറിയത്തില്ല. എനിക്കാകെ അറിയാവുന്ന ശുഭോലാഭോ ലഭൂലാഭൂഷോൻ എന്നുള്ള ഇതേ അറിയത്തുള്ളൂ. നമുക്കിതേ അറിയത്തുള്ളൂ. അപ്പം ഞാൻ എണീറ്റിക്കും. ദൈവദാസന്മാരെല്ലാം കൂടെ തലയെ കൈവച്ചങ്ങ് പ്രാർത്ഥിക്കും. പക്ഷേ മണ്ടനായ ഞാൻ അറിയുന്നുണ്ട്, ഭക്തനായ മനുഷ്യന് എൻ്റെ മേളിൽ കൈവച്ചാൽ ഇവൻ്റെ അതെ വിടിവിച്ച് വരുന്നവരാണ്. അന്ന് ജീവിതമുണ്ട്. അപ്പം ഇവർ വന്ന അടുത്ത പ്രാവശ്യവും കൺവെൻഷന് മുമ്പ് ഇത് തന്നെ പരിപാടി. അന്ന് വെളുത്ത ദൈവദാസനാന്നേ വേറെ ദിവസം കറുത്ത ഇച്ചിരി ദൈവദാസനായിരിക്കും. വേറെ കാലത്ത് അമേരിക്കയിൽ നിന്ന് വന്ന ദൈവദാസന്മാരായിരിക്കും. ഇവരൊക്കെ വന്നിട്ട് നമ്മളോട് ചുറ്റും അങ്ങ് കൂടി ഈച്ച കൂടുന്നു. അന്നൊന്നും നമുക്കിതൊന്നും അറിയത്തില്ലല്ലോ. നമുക്കിതെന്താണെന്നൊന്നും അറിയത്തില്ല. നമ്മൾ സുബോലാവോ വൾറുബോ കാദീശോൻ അടിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഇപ്പോഴും അതിൻ്റെ അർത്ഥം എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ ഈ സുബോലാവോ വൾറുബോ കാദീശോൻ മിലോലമ്മ ആമിനോ അല്ല ലെവൽമീൻ ആമീൻ അമ്മയ്ക്കറിയാമോ? അമ്മയ്ക്ക് 87-88 വയസ്സായി. ഇപ്പോഴും എന്നുള്ളൊരു വാക്കേ ഉള്ളൂ. എനിക്കും അങ്ങനെ ആയിരുന്നു ആ ഒരു കാലം. എങ്ങനെയാണെന്നറിയാമോ ഈ കാലം എന്ന് പറഞ്ഞാൽ? ഞാൻ ഈ നമ്മുടെ പള്ളിയിലൊക്കെ ഞാൻ ആരെയും വിധി എഴുതിയോ കുറ്റം പറയുമോ അല്ല കേട്ടോ. നിങ്ങളൊക്കെ ആ പാരമ്പര്യത്തിൽ നിന്ന് വന്നവരായിരിക്കാം. ഞാൻ യാക്കോബക്കാരനായിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ തുപ്തോൻ വായിക്കുന്നൊരു സമയമുണ്ട് ഇല്ലേ? മത്തായി സുവിശേഷത്തിൽ നിന്നും ആബിബായി പാറയ്ക്കുമോർ എന്ന് പറയുമ്പോഴാണ് ഇവർക്ക് ഇരിക്കാനുള്ളൊരു സമയം. ഇരിക്കാൻ നമുക്ക് കിട്ടുന്നൊരു സമയം. ആ സമയത്ത് എന്തുവെന്നറിയാം, അച്ഛൻ ഇവിടെ തൂവക്കുറ്റി വീശുവാന്നെ അവിടെ ചവക്കോട്ടെ തൂവക്കുറ്റി വീശുക. ആരാന്നറിയോ? അപ്പച്ചൻ വീഡിയോ അടിച്ചുകൊണ്ടിരിക്കുമോ പോയിക്കുമോ. അപ്പം ഈ വചനം കേൾക്കുന്ന സമയത്ത് പിശാച് ഇവരെ എടുത്തുകൊണ്ട് അങ്ങ് പുറത്തോട്ട് പോകും. ഈ പുറത്ത് പോയിട്ട് അവിടെ ഇരുന്ന് ആരുടെ വല്യപ്പൻ്റെ കല്ലറയിലിരുന്ന് ഇയാൾ വീടി വലിക്കുന്നത് കൊച്ചുമക്കളെ പിടിച്ചുകൊണ്ട് പോയി കാണിക്കുക. അപ്പം ഞാൻ വിചാരിക്കുന്ന ഈ ദൈവം എന്തുവാ ഇത് ചുമ്മാതെ ഈ ഒരു പരിപാടിയേ ഉള്ളൂ നമുക്ക്. ഇവൻ പോയതുപോലെ മടങ്ങി വരുമെന്നുള്ള സത്യം നമുക്കറിയയില്ലായിരുന്നു. അവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം എൻ്റെ പക്കൽ കൊടുക്കുവാനുണ്ടെന്ന് പറഞ്ഞൊരു ദൈവം. ഞാൻ ആദ്യനും അന്ത്യനും, ഞാൻ ആൽഫയും ഒമേഗയും, ഞാനല്ലാതൊരു ദൈവമുണ്ടോ? അതിൻ്റെ ആഴമൊന്നും നമുക്കെന്നറിയത്തില്ല. ഈ നമ്മൾ വിചാരിക്കുന്നത് പോലല്ല ദൈവത്തിൻ്റെ പ്രവർത്തി. നട്ടവനും നനയ്ക്കുന്നവനും ഏവനുമല്ല വളർത്തുമാറാക്കുന്നത് ദൈവമാ. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയ ഏറെ നാൾ കഴിഞ്ഞത് മടങ്ങി വരും. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്താലും അറിയാതെ ചെയ്താലും അനുഗ്രഹം നിങ്ങൾക്കുള്ളത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം ഒന്ന് എടുത്തേ. സമയം പോയി പെട്ടെന്ന്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3:18 ഒന്ന് വായിച്ചേ. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് നീ ദൈവം കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർമ്മിപ്പിക്കുകയോ? അവനെ ജീവനോട് രക്ഷിക്കേണ്ടതിന് അവൻ തൻ്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാതിരുന്നാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സ്വർഗരാജ്യത്തിൽ കടക്കാമെന്ന് ആരും വിചാരിക്കരുത്. അവന്റെ രക്തത്തിന് വില നിന്നോട് ചോദിക്കുന്ന ഒരു കാലം പോയി. ചുമ്മാതല്ലെന്നേ ഈ ആർത്തി. ചേറ്റിൽ കിടന്ന എന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം അവന്റെ രക്തത്തിന്റെ വില നിന്നോട് ചോദിക്കുന്ന ഒരു കാലം വരും. അതുകൊണ്ടാണ് ഈ ആർത്തി. ആ ഭക്തന്റെ ഉള്ളിൽ ഒരു ആർത്തിയുണ്ട്. അവന്റെ രക്തത്തിന്റെ വില എന്നോട് ചോദിക്കുന്ന ഒരു കാലം വരും. അവന്റെ ഉള്ളിലുണ്ട്. ഭക്തൻ ചുമ്മാതിരുന്ന് പെരക്കാത്തിരുന്ന് ഉറങ്ങാനൊക്കത്തില്ല.
ഞാനും എൻ്റെ കുടുംബവും രക്ഷിക്കപ്പെട്ടു, മതി, അങ്ങ് പോകുമെന്ന്. അവൻ്റെ രക്തത്തിൻ്റെ വില ഞാൻ നിന്നോട് ചോദിക്കും. എൻ്റെ താഴോട്ട് വായിച്ചേ. എന്നാൽ കേൾക്കണേ, നീ ദുഷ്ടനെ ഓർമ്മിപ്പിച്ചിട്ടും അവൻ തൻ്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ട് തിരിയുന്നില്ല എങ്കിൽ അവൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞെന്നേ. ഈ പണ്ടേ ഞാനിത് പറയുന്നത് എന്താണെന്നറിയാം, ഞങ്ങളുടെ ഇടവഴിയിൽ കൂടെ ഈ ചൂട്ടും കത്തിച്ചുകൊണ്ട് കൺവെൻഷന് പോകുമായിരുന്നു ആൾക്കാർ. ഈ മുറ്റത്തെ കൺവെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ അവിടെ നിന്ന് കളിയാക്കും. ബെന്തക്കോസുകാരെന്ന് പറഞ്ഞാൽ നമുക്ക് അലർജിയാണ്. അന്നേരം അവിടെ നിന്ന് കളിയാക്കും, ചാണ്ട് പോവുക, ചുമ്മാതെ ചെണ്ടയടിച്ച് പൊട്ടിക്കാൻ പോവുക, നാണം കെട്ട്. ഞാനൊരു ദിവസം എന്നെ ഒരു അമ്മച്ചി വിളിച്ചുകൊണ്ട്, എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ ആദ്യമായിട്ടും ബെന്തക്കോസിനെ എന്നെ വിളിച്ചു, മോനെ നീ ഇവിടെ ഇരിക്കാതെ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ സഭയിൽ ചെന്നു. എന്നെ വിളിച്ചുകൊണ്ട്, ഞാൻ ആദ്യമായിട്ട് ബെന്തക്കോസ് ആരാധന കാണുന്നത്. അപ്പം ഞാൻ ഇറങ്ങി വന്നപ്പോൾ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചിയുടെ പുറകെ സ്പ്രിങ് പിടിപ്പിച്ചിട്ടുണ്ടോ എന്ന്. ഇങ്ങനെ കിടന്ന് കുടുംബത്തിനൊന്നാമത് നാണക്കേടും കേൾപ്പിച്ചത് എന്തൊരു തുള്ളക്കമാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ പുറകെ ഞാൻ 8 സ്പ്രിങ് പിടിപ്പിക്കുന്നൊരു കാലം വരുമെന്ന്. നീ എന്ന അമ്മച്ചിയോട് ഒരു സ്പ്രിങ്ങിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, നിന്നെ 8 സ്പ്രിങ് പിടിപ്പിക്കുന്നൊരു കാലം വരുമെന്ന്. എന്താണെന്നറിയാം, ഞാനിത് ഇത്ര ധൈര്യത്തോട് പ്രസംഗിക്കുന്നത്. ഞാൻ മോനറിയാം, ഒരു മനുഷ്യനെ നോക്കാതെ ഏതൊരു അടുത്തും കർത്താവിനോട് പറഞ്ഞു. എന്താണെന്നറിയാം, അവൻ്റെ ഇനിയും കളിച്ചു കഴിഞ്ഞാലുണ്ട് എന്ത് ചെയ്യുമെന്നറിയാം, 30 സ്പ്രിങ് പിടിപ്പിച്ചിട്ട് പിന്നെ പായ്വിൽ നടക്കേണ്ട ഗതികേട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കർത്താവിനെ അങ്ങോട്ട് അന്ധമായി വിശ്വസിച്ചോണം. നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് കർത്താവ് ആരെന്ന് പറഞ്ഞിട്ട് മൂക്കേപ്പനി വരുവാണെങ്കിൽ അയ്യോ എന്തൊരു കരച്ചിലാണെന്നറിയാം. നിർണയപ്രകാരം വിളിച്ചു വേർതിരിച്ചവർക്ക് സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അത് അനുഗ്രഹം മാത്രമല്ല, എന്തു വന്നാലും അത് അനുഗ്രഹമാക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷേ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴം മനസ്സിലാക്കണം. അവൻ കരഞ്ഞോണ്ട് നടക്കത്തില്ല. അവനറിയാം ഇതും എനിക്ക് വേണ്ടിയുള്ളതാണ്. ഇതിൻ്റെ ആഴം അറിയാതെ കൊതിഞ്ഞോണേം പറഞ്ഞ് കുറ്റവും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്ന് സ്വോത്രം എന്തോ പ്രാർത്ഥനയാണെന്നറിയാം. സഭയിൽ വിടുവിക്കണം, ഒരു വിടുതലും നടക്കത്തില്ല. നീ കർത്താവിനെ നമ്മൾ അറിയുന്നവണ്ണം അറിഞ്ഞാൽ വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. പറ്റിക്കാൻ നിന്നാൽ പറ്റിക്കുന്നൊരു ദൈവമുണ്ട്. നീതിമാനോട് നീതിമാനും വക്രനോട് വക്രനുമാ. അവൻ നീതിമാനോടാ നീതിമാൻ, വക്രനോട് വക്രനാ. ഞാൻ ചില പറയുന്നത് എന്താണെന്നറിയാമോ, ഈ ചിലവരൊക്കെ ഈ വചനമൊക്കെ കേട്ടിട്ട് മാർക്ക് ഇട്ടിട്ട് പോകും. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് സംസാരിക്കും. ഓ ദൈവദാസൻ ചുമ്മാതെ എന്തുവാന്ന് ചോദിക്കും. കേട്ടോണേ, തൻ്റെ ഭക്തനെ തൊടുന്നവൻ അവൻ്റെ കണ്ണിൻ്റെ കൺമണിയെ തൊടുന്ന പോലെ. അത് മനസ്സിലാക്കിക്കോണം. നമുക്ക് ചിലർക്ക് എഴുന്നീക്കവും വിടുതലും ഇല്ലാത്ത എന്താണെന്ന് പറയുക, മാർക്ക് ഇടുന്നത് കൊണ്ടാണ്. ഈ മാർക്കൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്കൊരുമനോട് കർത്താവിൻ്റെ വേലയ്ക്ക് ചുവട് കൊടുക്കാം. കർത്താവ് നമ്മളെ വിടുവിക്കുന്നൊരു ദൈവമാണ്. നമ്മുടെ ആയുസ് അല്പായുസേ ഉള്ളൂ. ഞാനെപ്പോഴും ഇത് ഈ നമ്മൾ ചിലയിടത്തൊക്കെ ചെന്ന് ഈ ചവോടൊക്കെ കാണത്തില്ലയോ, എൻ്റെ ചിന്ത എന്തുവാണെന്നറിയോ, ദൈവമേ ഈ മനുഷ്യൻ ഇറങ്ങിപ്പോയാൽ ഈ പെട്ടിക്കകത്ത് ഞാൻ കയറി കിടക്കേണ്ടിയതാണ്. അതുകൊണ്ട് ആ വിലാപ ഭവനത്തിൽ പോകുന്നതാ സന്തോഷ ഭവനത്തിൽ പോകുന്നതിനേക്കാളും നല്ലത്. നമ്മളെ പഠിപ്പിക്കുന്ന എന്താണെന്നറിയാമോ, നമുക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്? ഏത് മനുഷ്യനും നിവർന്നു നിന്നാലൊരു ശ്വാസമത്രേ. നമുക്കൊന്നുമില്ല, അതിനുമുമ്പേ നമ്മുടെ കർത്താവിനെ ഉയർത്താം, നമ്മുടെ കർത്താവിന് വേണ്ടി ജീവിപ്പാം. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഞാനൊരു മനുഷ്യനെന്നോ എൻ്റെ മോനോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. മോനെ, 13 വയസ്സ് വരെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നീയും ദൈവവുമായിട്ടാ ഉത്തരവാദിത്തം. നീയും ദൈവവുമായിട്ട് ബന്ധമില്ല എങ്കിൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നീ ചിലതൊക്കെ പറഞ്ഞിട്ട് ഞാനവനെ ആശ്വസിപ്പിക്കാൻ ചിലതൊക്കെ പറയാം. ഒരു കാര്യവും നടക്കത്തില്ല. ഇവിടെ അത് ഞാൻ അവനോട് പറയും, മോനെ ഞാൻ ബിരിയാണി തിന്നിട്ട് അവനോട് ചോദിക്കുക എങ്ങനെയുണ്ട് ബിരിയാണി എന്ന് ചോദിക്കുന്ന പോലേ ഉള്ളൂ. ഞാൻ ബിരിയാണി നിന്ന് വയറ് നിറഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാ ബിരിയാണി എന്ന് ചോദിക്കുന്ന പോലെ. അപ്പം അവൻ ചോദിക്കും അപ്പൻ എന്തോ പ്രാന്താന്നോ പറയുന്നത്? അപ്പനല്ലേ ബിരിയാണി തിന്നത്. അപ്പം പുളിച്ച മുന്തിരി തിന്നാൽ മകൻ്റെ പല്ല് പുളിക്കുമോന്നാ. ഇവിടെ ഇരുന്ന് പരിക്കകത്ത് കയറുന്ന തുടങ്ങിയിട്ട് ഞാൻ എന്നെ ദൈവാസന്മാരോട് സ്വോത്രം പാസ്റ്ററെ എന്തുകൊണ്ട് വിശേഷം? അത് ഇന്നലെ കൊച്ചിന് ഒരു മൂക്കേപ്പനിയൊക്കെ വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. നീ എവിടെയാടാ? അത് ഞാൻ ഇവിടെ വെയ്യാതെ കിടക്കുകയാണ്. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. ആ മടയനായ പാസ്റ്റർ പറയും നിന്നെ വിടുവിക്കുന്നൊരു ദൈവമുണ്ടെന്ന്. എടാ മടയാ, അന്നേരം എന്താണെന്നറിയാം, അപ്പുറത്തിരുന്ന് ലുലുവിൻ്റെ പരസ്യം കേൾക്കുക, ഇന്ന് ഷാമ്പൂവിന് 2 രൂപ കുറവാന്നുള്ളത്. അവിടെ നിന്നാ വിളിക്കുന്ന ഈ ദൈവാസനെ. ഇയാൾ കറങ്ങാൻ പോവാന്നെ ദൈവാസൻ പ്രാർത്ഥിച്ച് വിടുതൽ ഏറ്റെടുത്തോണം. ദൈവാസൻ്റെ ജോലിയാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ, ഞാൻ ഇനി ഏതെങ്കിലും ഒരു കാലത്താണ് വരുന്നത്. ഇനി ഞാൻ ഏതെങ്കിലും ഒരു കാലത്താണ്. അപ്പം ഇത് പറയുന്നില്ലേ ഉണ്ടല്ലോ, ദൈവം വിടുവിക്കുമെന്ന് ചുമ്മാതെ പറയുന്നതാണ്. നിൻ്റെ കാല് മുറിഞ്ഞാൽ നീ മരുന്ന് കെട്ടി വെക്കൂ. നീ ആ മുറിവിന് വേണ്ടി നീ അതിനകത്ത് ലേപനം ചെയ്തേ ഒക്കത്തുള്ളൂ. പാസ്റ്റർ ഒന്ന് ചെയ്യാനൊക്കുമോ? ഈ ചിലവർക്ക് ഈ ബന്ധക്കോസുകാരെന്തെന്നറിയാമോ, തല കീഴായിപ്പോയി. എന്താണെന്നറിയാം, ഇവർക്ക് അറിവില്ലെന്ന്. ഇയാളെ സുഖമായിട്ട് ചാരിയാസരെ കിടന്ന് കറങ്ങിക്കൊണ്ട് ഇങ്ങനെ കിടക്കുക. ദൈവാസനം വീട്ടിൽ മുട്ടിപ്പോട്ടിരുന്ന് പ്രാർത്ഥിച്ച 4 ദിവസം ഉപവാസം എടുക്കുന്നവൻ്റെ നെഞ്ചത്ത് കത്തി കയറ്റുന്നത്. ദൈവത്തെ അറിയുന്നവണ്ണം അറിയണം. കാൽവറി ക്രൂസിൽ അവസാനത്തുള്ളി രക്തം വരെയും ചിന്തിത്തുന്ന ക്രിസ്തുവിനെ അറിയുന്നവണ്ണം അറിയണം. പണമൊക്കെ ആർക്കും കിട്ടുമെന്ന് ഞാൻ പറയുന്ന പോലെ അല്ല. ലുലുവിൻ്റെ മുതലാളി ഇയാൾ കർത്താവിനെ എറിഞ്ഞിട്ടാന്നോ? അന്ന് വച്ചായ അല്ല, ലുലുവിൻ്റെ മുതലാളി ക്രിസ്തുവിനെ എറിഞ്ഞിട്ടാന്നോ? നമ്മൾ ചില മസിലൊക്കെ ഇങ്ങോട്ട് പിടിച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇവനെ 2 തല്ല് തല്ലി. ഞാനീ പറയുന്നത് എന്താണെന്നറിയാമോ, പ്രസംഗിക്കുന്നവൻ പറഞ്ഞിട്ടങ്ങ് പോവും. ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ. ആ പാസ്റ്റർ എന്നോ റോഡ് നിൽക്കുന്നവനോട് പറയും, മോനെ നിൻ്റെ ചെവിട്ടി കോടാലി വെച്ചിട്ടുണ്ട്, സമയം അടുത്തു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു. ഒരൊറ്റ അടി അങ്ങാരുടെ ചെവിക്കുറ്റിക്ക് സ്വോത്രം പറഞ്ഞോണ്ട് ഒറ്റ പോകും. കാര്യം പുള്ളിക്കറിയാം നാളെ എൻ്റെ പ്രാണൻ പോകുമെന്ന്, അവൻ്റെ വരവെടുക്കും. അതിനുമുമ്പ് എങ്ങനെയാലും ഇതറിയിക്കണം, അതേത് വിധേനെ അറിയിക്കണം. വേറെ ദൈവാസമുണ്ട്, ജംഗ്ഷനിൽ നിന്നിട്ട് പള്ളക്ക് 4 പള്ളക്ക് കൈയൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ, ഒരു ക്ലാസ് കമത്തി വെച്ചിട്ട് അതിൻ്റെ മേളിൽ നിന്ന് കറങ്ങും. അന്നേരം എല്ലാവരും അങ്ങോട്ട് കൂടിക്കഴിയുമെന്ന് ഇയാൾ ഈ അഭ്യാസമൊക്കെ കാണിച്ചിട്ട് ഈ കർത്താവിൻ്റെ വചനം അങ്ങ് പറയാൻ തുടങ്ങും. എങ്ങനെയെങ്കിലും ഇതിനകത്തോട്ട് ചെല്ലണം. അതുകൊണ്ട് നമ്മൾ ആകുന്നവണ്ണമാകാതെ എനിക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ ഇറക്കി വിടും. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ അമ്മ സ്നാനപ്പെടാൻ പോയി കേട്ടോ. സ്നാനപ്പെടാൻ ഡൽഹി വെച്ചിട്ട്. അപ്പം ഞാൻ സൗദിയല്ല, ഒരു 2 മിനിറ്റ് മനുഷ്യൻ. അപ്പം അമ്മ സ്നാനപ്പെടാൻ എല്ലാം തീരുമാനം എല്ലാം എടുത്തപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ കുടുംബക്കല്ലറ ഇപ്പോഴേ കെട്ടിയിരിക്കുക. അമ്മ അതിനകത്തേ പോയി വീഴുമെന്നാണ് പറയുന്നത്. പിന്നെ എൻ്റെ ഭർത്താവ് പോയിടത്തല്ല ഞാൻ പോയി വീഴുവോ? അപ്പം വീണേ. അപ്പം അത് കഴിഞ്ഞപ്പോൾ അമ്മ ഈ സുവിശേഷമൊക്കെ കേട്ട് അമ്മ മാനസാന്തരപ്പെട്ടു. ഞാനങ്ങ് സൗദിയെ പോയി. അന്നേരം നമ്മുടെ സന്തോഷമുണ്ട്, നമ്മുടെ എൻ്റെ അളിയൻ അന്നേരം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെല്ലാം കഴിഞ്ഞ്. അപ്പം അളിയനും ഉണ്ട്, അമ്മയുണ്ട്, എബിമോനുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അങ്ങനെ പാസ്റ്റർ ക്ലാസ് എടുത്തു. ക്ലാസ്സൊക്കെ കഴിച്ചിട്ട് ഞാൻ അമ്മയോട്, അപ്പം ഈ സ്നാനപ്പെടുകയാണ് പിറ്റേന്ന് സ്നാനപ്പെടുക ഞായറാഴ്ച. അപ്പം സ്നാനപ്പെടുന്ന സമയത്ത്
പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ ക്ലാസ്സൊക്കെ എടുത്തോന്ന് ചോദിച്ചു. ക്ലാസ്സൊക്കെ എടുത്തു. ഞാൻ ചോദിച്ചു, എല്ലാം മനസ്സിലായി? എല്ലാം മനസ്സിലായി. അമ്മയെന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ഒരു വാക്ക് നിമിത്തം പോലും ഒരാളെ വേദനിപ്പിക്കത്തില്ല. അത്രമാത്രം അമ്മ കണ്ടെത്തിയ സത്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനപ്പുറം ഒരു കാര്യവുമില്ല. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇതൊക്കെ കഴിഞ്ഞ് സ്നാനക്കുളം അവിടെ ഡൽഹിയിലൊക്കെ എന്ന് പറഞ്ഞാൽ സ്നാനക്കുളം നിറച്ചിടണം. അപ്പോൾ അത് നല്ല രീതിയിൽ നിറച്ചിടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പൈസയൊക്കെ ആവും. സ്നാനക്കുളം എല്ലാം നിറച്ചിട്ടു. സ്നാനക്കുളം നിറച്ചിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയെ വൈകിട്ട് വിളിച്ചിട്ട് ചോദിച്ചു, അമ്മേ എല്ലാം ക്ലിയർ ആണോ എന്ന് ചോദിച്ചു. ആ ക്ലിയർ. അപ്പോൾ അമ്മ ഒരു വാക്ക് പറഞ്ഞേടാ, മറ്റു മക്കളോട് ചോദിച്ചില്ല എന്ന്. കാര്യം എന്താ, അവർ ശുഭകോലാവോ വളരൂപോ, ഞങ്ങൾ 7 മക്കളാണ്. അപ്പോൾ ഈ ഞാനേ ഉള്ളൂ, ഞാനും എൻ്റെ ഒരു പെങ്ങളുമേ ഉള്ളൂ ഈ രക്ഷയുടെ മാർഗത്തിൽ വന്ന്, ബാക്കി ആരും വന്നിട്ടില്ല. അപ്പം അമ്മ ഒറ്റ ചോദ്യം പറഞ്ഞു, എന്തുവാണെന്നറിയാമോ? എടാ മറ്റു മക്കളോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ അമ്മ 1 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, സ്നാനക്കുളത്തിലെ വെള്ളം അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. അതിൻ്റെ ചിലവായ പൈസ എല്ലാം ഞാൻ ക്ലിയർ ആക്കി തരാമെന്ന്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ആരെ ഭയക്കണം? ന്യായം വിധിച്ചിട്ട് തീയിടുന്നവനെ ഭയക്കേണ്ടത്. മക്കളോട് ചോദിച്ചാൽ നാളെ എൻ്റെ അമ്മ, ഞാൻ വേണമെങ്കിൽ നാട്ടുകാരുടെ മുന്നേ പറയാം, ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ, ഞങ്ങളുടെ അമ്മ സ്നാനപ്പെട്ടു, മതി, തീർന്നു. വേണമെങ്കിൽ പറയാൻ നല്ലതല്ലേ അത്? ഇപ്പം എന്നോട് ചോദിക്കും, നീ നാട് നീളെ പോയി പ്രസംഗിച്ചിട്ട് നിൻ്റെ അമ്മ എന്താ നേടിയെന്ന്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം അവൻ പറഞ്ഞു എന്തുവെന്നറിയാം? സ്വന്തം സഹോദരങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. വിശ്വസിച്ചോ? അവനോട് പറഞ്ഞു എന്തുവെന്നറിയാം? പ്രസക്തി ആഗ്രഹിക്കുന്നുണ്ട്, നീ യെരുശലേമിൽ പോയി പ്രസംഗിക്കണം. നീ പ്രസക്തി സ്നാനക്കുളത്തിൽ നിന്ന് വെള്ളം ഇറക്കി വിട്ടു. എൻ്റെ അമ്മ സ്നാനപ്പെട്ടുന്ന അവിടെ ന്യായവിധി ആർക്കുള്ളതാ? അവനവൻ ശരീരത്തിലിരിക്കെ ചെയ്തത് നല്ലതാകിലും ചീകതാകിലും അതിൻ്റെ പ്രതിഫലം അവൻ അനുഭവിച്ചേ മതിയാകും. അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം, നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതല്ല. പ്രത്യേകിച്ച് ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 25, 26, 27 ദിവസത്തിൽ അടിയൻ്റെ ഭവനത്തിൽ വെച്ചിട്ട് മുറ്റത്തെ കൺവെൻഷനുണ്ട്. രാവിലെ 9 മണി മുതൽ 1 മണി വരെ പരസ്യയോഗമാണ്. വെള്ളി ശനി 2 ദിവസം, ഞായറാഴ്ച വൈകിട്ടാണ്. എല്ലാ ദിവസവും വൈകിട്ടും കൺവെൻഷനുണ്ട്. നിങ്ങളെല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മൾ ഇത്രയും പറഞ്ഞിട്ട്, നമ്മൾ ഈ രക്ഷയുടെ മാർഗത്തിൽ നമ്മൾ ഈ സ്തോത്രം ഹല്ലേലൂയയും പറഞ്ഞിട്ട് നമ്മളും ഇത് തന്നെ പറയുന്നത്. പിന്നെ ആ പാവം പിടിച്ച മനുഷ്യൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. ഇങ്ങനെ ഞാൻ പറഞ്ഞു, അമ്മായിയമ്മ ഇരിക്കുന്നത് കൊണ്ട് പറയുന്നതിന് എനിക്ക് ലജ്ജയില്ലേ, എന്നാലും ഞാനങ്ങ് പറയും. അമ്മ വേദനിക്കല്ലേ അമ്മേ? ഞാൻ പറഞ്ഞു, ഓടയിൽ കിടന്നതൊന്ന് ഓർക്കണമെന്ന് പറഞ്ഞു. ഇത്രയും ഞാൻ പറഞ്ഞു. കാനഡയിൽ നിന്ന് ഡോളറും സൗദിയിൽ നിന്ന് റിയാലും വന്ന് കയ്യൊപ്പിടുമ്പോൾ അത് നിങ്ങളൊന്ന് ഓർക്കണം. അതോർക്കുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ തോന്നുമെന്ന് പറഞ്ഞു. ഈ ദൈവം ആരെന്ന് രുചിച്ചറിയും. ഞാൻ പറഞ്ഞ, അപ്പ തന്നില്ലെങ്കിലും ഫ്രണ്ടിലെ വസ്തു വാങ്ങിച്ചാണെങ്കിലും ഞാൻ ഈ കർത്താവിനെ ഉയർത്തും. അവസാനം പുള്ളിയാണ് പോയി ബാനർ കെട്ടിയത്. അവസാനം എന്നോട് ചോദിക്കുക, നോട്ടീസ് തീർന്നോന്ന്. ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ, അപ്പ ഇങ്ങനെ കാര്യമെന്ന് പറഞ്ഞാൽ അയലത്തുകാരോടല്ല ഞാൻ പറഞ്ഞോളാമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് എൻ്റെ ദൈവം. നിങ്ങൾ ഇന്ന് മനുഷ്യരുടെ മുന്നിൽ ഉയർത്തിയാൽ നിങ്ങളെ ഉയർത്തുന്നൊരു കാലമുണ്ട്. നിങ്ങൾക്കിവിടെയും നിത്യതയിലും പ്രതിഫലമുണ്ട്. അതുകൊണ്ട് മനുഷ്യരുടെ മുന്നിൽ നിങ്ങൾ കാഹളമൂതിക്കരുത്. നിങ്ങൾക്കിവിടെ പ്രതിഫലം കിട്ടി, നിങ്ങൾക്ക് പ്രതിഫലം അവിടെ കിട്ടുകയില്ല. മനുഷ്യരുടെ മുന്നിൽ കാഹളമൂതാതെ കർത്താവിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സഭയുടെ പ്രാർത്ഥന അടിയനും അടിയൻ്റെ കുടുംബത്തിലും ഞങ്ങൾ എന്തെങ്കിലും ആകുന്നുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷവും തൃപ്തിയും ഈ സഭയിൽ പ്രാർത്ഥനയാണ്. ഞങ്ങൾക്ക് തരുവാൻ മറ്റൊന്നുമില്ല. ദൈവനാമത്തിൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് കർത്തദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ തമ്മിൽ വളരെ സംസാരിക്കാറുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ സഭ, ഞാൻ എൻ്റെ വന്നപ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നതിൽ എന്നോട് ഇച്ചിരി സമയം, എൻ്റെ മോൻ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അപ്പാ ഇപ്പോൾ ആ സഭയൊന്ന് കാണണമെന്ന്. അവൻ ചെറുപ്പത്തിൽ ഇവിടെ ആയിരുന്നല്ലോ. അപ്പം ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഈ മണ്ണെല്ലാം പൊളിഞ്ഞ് ദേഹത്ത് വീഴുമായിരുന്നെന്ന്. ഇന്ന് ആ സഭയൊന്ന് കാണണമെന്ന്.
ഞാൻ ഒരു കുറ്റം പോലും പറയാനില്ല. സർവമഹത്വം എൻ്റെ ദൈവത്തിനാണ്. ഈ ഇടുങ്ങിയ സാഹചര്യത്തിലും നിങ്ങൾ കാണിച്ച മനസ്സിന് നിങ്ങളെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ ചെയ്തതിന് ഒരിക്കലൊരു പ്രതിഫലമുണ്ട്. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവനാമത്തിനു വേണ്ടി ചെയ്യുന്നത് നിർബന്ധത്താലാകരുത്, സന്തോഷത്തോട് ചെയ്യുകയും ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.